ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആരാണ് നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് അവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ആ ഒരു പശ്ചാത്താപമുണ്ട്, അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഇന്നത്തെ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ബാലൻസിൻ്റെ ആ ഒരു കുറവുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഇവരുമായിട്ട് നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മുമ്പ്, ഇപ്പോഴല്ല മുമ്പ്. ഈ വ്യക്തി നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വന്നു പോകുന്നവരായിരുന്നു. എപ്പോഴും നിങ്ങൾ ഇവരും തമ്മിൽ നല്ല രീതിയിൽ ഒരു ബന്ധം വച്ചിരുന്നു. ഇത് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റെയിൻബോ എന്ന് പറയുന്നത് നല്ലതായിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇടയ്ക്ക് എന്തോ ഒരു മോശം സിറ്റുവേഷൻ വന്നു നിങ്ങൾക്കിടയിൽ. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഇൻബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നുപോയി. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധം നല്ല രീതിയിലല്ല പോയത്. ഇവിടെ ഇവരുടെ ആ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്തോ നിങ്ങളുടെ ലൈഫിൽ തെറ്റ് ചെയ്യാൻ ശ്രമിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ഈ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇവർ എന്താണോ നിങ്ങളുടെ ലൈഫിൽ മോശം ചെയ്തത്, അതിപ്പോൾ ഇവർക്ക് തന്നെ വിനയായിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ ഇവരുടെ ലൈഫിൽ എല്ലാം നല്ലതായിട്ടല്ല പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ട്രാൻസ്ഫർമേഷൻ ഇവർ ആഗ്രഹിക്കുകയാണ്. എന്തൊക്കെയാണോ മോശമായത് അത് നേരെയാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾക്കിടയിൽ എന്താണോ മോശമായത് നേരെയാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു വ്യക്തി ആരിൽ നിന്നോ ഇൻഫർമേഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളെക്കുറിച്ച്. ഇവിടെ കൂടുതലായിട്ടും ഇവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല ആൾക്കാരോടും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ലൈഫിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ഹൃദയം വേദനിപ്പിക്കുമ്പോൾ ഇവർ അറിഞ്ഞില്ല ഇവർക്കും ഇതേ അവസ്ഥ വരുമെന്ന്. പക്ഷേ ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ ഹൃദയം വേദനിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം വേദന ഉണ്ടായിരുന്നു. അതേപോലെയാണിപ്പോൾ ഇവരുടെ ഹൃദയവും വേദനിക്കുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വിഷമം കൊടുക്കുമ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല നാളെ ഒരു സമയത്ത് ഇവർക്കും ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോവേണ്ടി വരുമെന്ന്. ഇവിടെ ഏതൊരു വ്യക്തിയാണോ എപ്പോഴാണോ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത്, അതായത് നിങ്ങളെ വിഷമിപ്പിക്കാൻ, നിങ്ങളെ കരയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത്, ഉറപ്പായിട്ടും നാളൊരു സമയം അവർക്കും ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ട് തന്നെ വരും. ഇവിടെ ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരാത്ത, നിങ്ങൾക്ക് വാല്യൂ തരാത്തൊരു വ്യക്തി ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒന്നും പറയണ്ട. തിരിച്ച് നിങ്ങൾ ഈശ്വരനോട് മാത്രം പറയുക വിഷമം. ഉറപ്പായിട്ടും ഈ ഒരു കാര്യത്തിൽ ന്യായം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഇവരുടെ ആ ഒരു കർമ്മം അനുഭവിച്ചപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ ആ ഒരു കാര്യം. അതായത് ഇവർ നിങ്ങളോട് തെറ്റാണ് ചെയ്തത്. ഒരിക്കലും നിങ്ങളോട് ഈ ഒരു തെറ്റ് അവർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവർ ചെയ്തു. ഇപ്പോഴാണ് പശ്ചാത്താപം വരുന്നത്. ഇവിടെ ബ്ലാക്ക് ഓർ ഓറഞ്ച് നിറത്തിലുള്ള ചിത്രശലഭം കാണിക്കുന്നത് ഇവർ ശാന്തിയില്ലാതെ ശാന്തി അന്വേഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ലൈഫിൽ സമാധാനം ഇല്ല, സമാധാനം തേടി നടക്കുകയാണിവർ. ഇവിടെ ഇവരുടെ ലൈഫിലെ സ്ഥിതി ഇൻബാലൻസ് ആയിട്ടാണ് ഉള്ളത്. ഒത്തിരി വർക്ക് ലോഡ് ഇവർക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി ജോലി ഇവർക്ക് ചെയ്ത് തീർക്കേണ്ടി വരുന്നു. റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അതായത് മറ്റൊരാളുടെ ജോലിയും കൂടെ ഇവർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എനർജി വെറുതെ ലോ ആയി പോവുക, ആവശ്യമില്ലാതെ ചിലവായി പോവുക, ക്യാഷ്, ഇതെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നു. മുഖത്ത് ഒരു തിളക്കം ഇവർക്ക് കാണത്തില്ല. എപ്പോഴും ടെൻഷനായിരിക്കും. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഒരു കാണക്കമോ സംസാരമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മുഖം നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഒരു സമയം നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതേപോലെ ഒരു കണ്ടുമുട്ടൽ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ട് നല്ല ഒരു ബാലൻസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഒത്തിരി വിശ്വാസമായിരുന്നു ഈ വ്യക്തിയെ. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളെ ഒട്ടും തന്നെ വിശ്വാസമില്ലായിരുന്നു. നിങ്ങൾ ഇമോഷണലായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഇവർ പ്രാക്ടിക്കലായിട്ടാണ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതായത് ഒരു ഇമോഷണൽ വ്യക്തിയുടെ കൂടെ ഒരു പ്രാക്ടിക്കൽ വ്യക്തി ഒരിക്കലും ചേർന്ന് പോകത്തില്ല. ഇമോഷൻ വ്യക്തി മാത്രമേ ചേർന്ന് പോകത്തുള്ളൂ. ഇവിടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ ചേർന്ന് പോയതാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കൂടിയത്.
ഇവിടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു വ്യക്തിക്കാണ് മിസ്യൂസ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കാണ് ഈ ഒരു വ്യക്തി കാരണം മിസ്യൂസ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂവും തരാതെ അത് യൂസ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ ഇവർ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്താൻ വേണ്ടി. അതായത് ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് മനഃപൂർവ്വമായിട്ട് ഒരു വ്യക്തി നിങ്ങളെ പിടിച്ച് ഒരു കുഴിയിലേക്ക് തള്ളി ഇട്ടതുപോലെ അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിക്ക് ഓപ്പോസിറ്റിൽ നിന്ന് നിങ്ങളെ ഒന്നും ചെയ്യാനുള്ള ശക്തിയില്ല. പിറകിൽ നിന്നാണ് നിങ്ങളെ ഇവർ തള്ളിയിട്ടത്. അപ്പോൾ ഏത് വ്യക്തിയാണ് എപ്പോഴാണ് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത്, നിങ്ങളപ്പോൾ ഈശ്വരന് മാത്രം പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതായത് നിങ്ങൾ നിങ്ങളുടെ ശക്തി എന്താണെന്ന് എന്നെ കാണിച്ചു തന്നു. ഇനി ഈശ്വരൻ നിങ്ങൾക്ക് ഈശ്വരൻ്റെ ശക്തി എന്താണെന്ന് കാണിച്ചു തരും എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആ വിഷമം ഈശ്വരനോട് പറയുക. ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു വ്യക്തി എന്തെങ്കിലും മറ്റൊരാളുടെ നേർക്ക് ചെയ്തിട്ട് ഫ്രീ ആകുന്നു, എന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ഞാൻ അവരെ ഇന്നതുപോലെ ചെയ്തല്ലോ, അവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ് എന്ന് സന്തോഷിക്കുന്നു. പക്ഷെ ഇതേ അവസ്ഥയിൽ കൂടി ഇവർക്കും പോവേണ്ടി വരുമെന്ന് ഇവർ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഇവർക്ക് അങ്ങനൊരു കർമ്മം ലഭിക്കുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ ഒരിക്കലും ഇങ്ങനൊരു ജസ്റ്റിസ് എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല ദൈവമേ, പക്ഷേ എനിക്ക് ഇങ്ങനൊരു ജസ്റ്റിസ് കിട്ടിയല്ലോ എന്ന്. ഇപ്പോൾ ഈ ഒരു പ്രകൃതി വളരെ താണ്ഡവത്തിൻ്റെ രൂപത്തിലാണ് ഓരോ ആൾക്കാരുടെയും ജീവിതത്തിൽ ഓരോന്ന് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് കാണാൻ സാധിക്കും ഏത് വ്യക്തിയാണ് നിർദോഷിയായിട്ടുള്ള ആൾക്കാരുടെ മേൽ അവരുടെ ആ ഒരു ശക്തി കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം പ്രകൃതിയുടെ ആ ഒരു താണ്ഡവം കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് അവർക്ക്. ഇവിടെ തെറ്റ് ചെയ്യുന്നത് രണ്ട് ആൾക്കാർ, അതായത് ഒരാൾക്ക് തെറ്റ് ചെയ്താൽ പശ്ചാത്താപം ഉണ്ടാവും, പക്ഷെ മറ്റൊരാൾക്ക് എത്ര തെറ്റ് ചെയ്താലും പശ്ചാത്താപം ഉണ്ടാവത്തില്ല. അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ദൈവം എന്നെ കണ്ടിട്ടുണ്ടാവത്തില്ല, ഞാൻ തെറ്റ് ചെയ്തത് ദൈവം അറിഞ്ഞിട്ടുണ്ടാവത്തില്ല എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷേ വലിയ ഒരു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് ആദ്യമൊക്കെ ദൈവം കണ്ടില്ല എന്ന് വിചാരിക്കുന്നത്. പിന്നെ എത്ര ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റ് കഴിയുമ്പോൾ ഇവർക്ക് വലിയൊരു ശിക്ഷയായിരിക്കും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടാൻ പോകുന്നത്. ഇവിടെ ഇങ്ങനൊരു മെസ്സേജ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത് ഒരു കർമ്മഫലം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ മോശമാണ് ചെയ്യുന്നതെങ്കിൽ മോശ കർമ്മഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ പ്രകൃതി ഉറപ്പായിട്ടും ന്യായം ചെയ്യുക തന്നെ ചെയ്യും. പ്രകൃതി ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ശബ്ദം ഓർമ്മിച്ച് വയ്ക്കും, അവരുടെ ആ ഒരു മുഖം ഓർമ്മിച്ച് വയ്ക്കും. സമയമാകുമ്പോൾ അവർക്ക് തിരിച്ചടി ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ ന്യായത്തിൻ്റെ പ്രാർത്ഥന ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ന്യായം ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ചിന്തിക്കുക, അവരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ് ദൈവം നഷ്ടപ്പെടുത്താൻ പോകുന്നത് എന്ന്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഹീലിങ്ങിനുള്ള സമയം ലഭിച്ചതാണ്, പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഹീലിങ്ങിന് പോലുമുള്ള സമയം ലഭിക്കത്തില്ല. ഇവിടെ ഒരു വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിൽ ഓരോ പ്രോബ്ലം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്, അപ്പോഴെല്ലാം അവരുടെ ലൈഫിലും ഓരോ പ്രശ്നങ്ങളായിട്ട് ക്രിയേറ്റ് ആയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ലൈഫിൽ എന്ത് പ്രോബ്ലമാണോ ക്രിയേറ്റ് ആകുന്നത് അത് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമായിട്ടുള്ള പ്രോബ്ലംസാണ്. ഇവിടെ ഇവർക്ക് സ്വയം ഇവരുടെ ആ ഒരു കോൺഫിഡൻസ് തകരുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ പ്രോബ്ലംസും നേരെയാക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇവരുടെ ആ ഒരു കോൺഫിഡൻസ് തകരുന്ന അവസ്ഥയായപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നുകയാണ്. ഇവിടെ ഇവരുടെ ഒരു വിചാരം എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങളോട് മാപ്പ് ചോദിച്ചിട്ട് എല്ലാം പഴയതുപോലെ ആയാൽ ഇവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നേരെയാകും. അങ്ങനെയാണ് ഇവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് മാപ്പ് ചോദിക്കണമെന്ന് ഇവർക്ക് തോന്നുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇവർ വീണ്ടും നിങ്ങളോട് കോണ്ടാക്റ്റിൽ വരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവർ ചെയ്ത തെറ്റിൽ ഇപ്പോഴും ഇവർക്ക് സ്വാർത്ഥതയുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴും. പക്ഷെ ഇവർ ഇപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു മാപ്പിന് വേണ്ടി. ഇവർക്ക് നല്ല ഒരു ലോകപരിചയം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഒത്തിരി പുറത്ത് കറങ്ങാൻ പോകുന്ന വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണെന്നൊക്കെ നല്ലതുപോലെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് നല്ലതല്ല ചിന്തിക്കുന്നതെന്ന് പല പ്രാവശ്യം ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന് ഒരു സൈൻ നിങ്ങൾക്ക് കിട്ടിയതാണ്. പക്ഷേ നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് പോലും അതിനെ മൈൻഡ് ചെയ്യാതെ പോയി.
ഇന്നിവർ നിങ്ങളോട് എന്ത് തെറ്റാണോ ചെയ്തത് ഇതേ സെയിം തെറ്റ് 10 വർഷം മുമ്പേ ഇവർ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി കുറേ ആൾക്കാരോട് തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ അവരുടെ ലൈഫിൽ കയറി ഇൻ്റർഫെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് ഇവരുടെ ബുദ്ധി ഇവർ കൂടുതലായിട്ടും പ്രയോഗിക്കുന്നത്. ഇവർ സമൂഹത്തിൽ എല്ലാവരോടും സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും സ്വഭാവം എന്താണെന്ന് ഇവർക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോ വ്യക്തിയുടെ മേലും ഒരു കണ്ണിവർ വയ്ക്കുന്നു. അതായത് ഒരു വ്യക്തി ഈ സമയം എന്താണ് ചിന്തിക്കുന്നത്, അവരെ മോശം സിറ്റുവേഷനിൽ അവർ എന്ത് ആക്ഷനാണ് എടുക്കുന്നത്, അതെല്ലാം ഇവർ വാച്ച് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവർ നിങ്ങളുടേത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ ഇവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇവർ പുറത്ത് എവിടെയെങ്കിലും ദൂരെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവർ ഒറ്റയ്ക്ക് പോകത്തില്ല, കൂടെ ഒരാളെയും കൂടെ ചേർത്തേ പോകത്തുള്ളൂ. പിന്നെ നമ്പർ 3 ഇവരുമായിട്ട് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കും എപ്പോഴും. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിട്ട് വരാൻ ഇവർക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവരുടെ ഫ്രണ്ട് സർക്കിളുടെ കൂടെ ആയിരിക്കും ഇവർ എപ്പോഴും ഉണ്ടാവുക. ചിലപ്പോൾ പേടിയായിരിക്കും, പക്ഷെ ആ ഒരു പേടിയെ ഇവർ പുറത്ത് കാണിക്കാതെ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിക്കുക തന്നെ ചെയ്യും. കാരണം ഇവരുടെ ലൈഫിൽ എന്തോ ഇവർക്ക് നഷ്ടം സംഭവിച്ചു. ഇവർക്ക് എന്താണോ ലോസ് സംഭവിച്ചത് അതിൻ്റെ ആ ഒരു കുറവ് നികത്താൻ നിങ്ങളോട് മാപ്പ് പറഞ്ഞാലേ പറ്റത്തുള്ളൂ എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ മുന്നോട്ട് ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഇവർ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു പേടി ഇവർക്കുണ്ട്, നിങ്ങളോട് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഇനിയും മുന്നോട്ട് തെറ്റ് സംഭവിക്കുമോ എന്ന്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ വ്യക്തിക്ക് ഇവർ ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ആ ഒരു പശ്ചാത്താപം ഉണ്ടാവണമെന്ന്. അതേപോലെ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഈ വ്യക്തി നിങ്ങളോട് അധികാരം കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, എന്നിട്ടും നിങ്ങളുടെ മേൽ ഇവർ അധികാരം കാണിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഉപദേശം നിങ്ങൾക്ക് ഇവർ തന്നു, അത് ഇവരുടെ ജീവിതത്തിൽ ഇവർ പ്രായോഗികമാക്കിയില്ല, എന്നിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ ശ്രമിച്ചത്. ഇവർ എന്ത് കാര്യമാണോ ഇവർ നിങ്ങളുടെ കൂടെ ചെയ്തത് ആ ഒരു കാര്യം വേറെ ആരോടും ഇനി ചെയ്യാൻ പാടില്ല എന്നുള്ള തോന്നൽ ഇവർക്ക് വന്നു. ഇവിടെ ആവശ്യമില്ലാതെ നിങ്ങളുടെ ലൈഫിൽ ഇവർ ഇൻ്റർഫെയർ ചെയ്തത് കാരണം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ലോസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇവിടെ നിങ്ങൾ തന്നെ ഈശ്വരനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്താണ് ഈ ഒരു ഭൂമിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്, എന്താണ് ഈ ഒരു ഭൂമിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് നഷ്ടമായത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പറയേണ്ട കണക്ക് നഷ്ടങ്ങളുടെ കണക്കായിരിക്കും. ഇവിടെ മറ്റുള്ളവരുടെ ആ ഒരു തെറ്റ് കാരണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പല നഷ്ടവും ഉണ്ടായത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു വ്യക്തി ഉറപ്പായിട്ടും ന്യായത്തിൻ്റെ പ്രാർത്ഥന ചെയ്യുക തന്നെ ചെയ്യും. കാരണം അവർ ചെയ്യാത്ത തെറ്റിൻ്റെ ആ ഒരു ബലം അവർ അനുഭവിക്കുകയല്ലേ. ഇവിടെ ഇവർ നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റെന്ന് പറയുന്നത് ആ ഒരു തെറ്റിന് പകരമായിട്ട് ഇവർക്ക് ഒന്നും തരാനില്ല. കാരണം അത്രമാത്രം നിങ്ങളുടെ ഹൃദയം വേദനിച്ചിട്ടുണ്ട് ഇവർ കാരണം. ഇവർക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കത്തില്ല എന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനും പേടിയാണ്. കാരണം ദേഷ്യത്തിൽ നിങ്ങൾ ഇനി ഇവരോട് എന്തൊക്കെ പറയുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവർ നിങ്ങളുടെ മുന്നിൽ വരാൻ വേണ്ടി പേടിക്കുകയാണ്. ഇവിടെ നിങ്ങളോട് ഇവർ മാപ്പ് ചോദിച്ചില്ല എങ്കിൽ ഇവരുടെ ലൈഫിൽ വീണ്ടും വീണ്ടും മോശം മാത്രമായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതോ കാരണം നിങ്ങളുടെ അടുത്ത് വന്നേ പറ്റത്തുള്ളൂ ഇവർക്ക്. ഈ ഒരു വ്യക്തിയെ തെറ്റ് ചെയ്യുമ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തി തെറ്റായ വഴിയിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സർക്കിളിലുള്ള ആളായാലും ബന്ധുക്കളായാലും നമ്മൾ അവരെ തടയാൻ ശ്രമിക്കും. ഇവിടെ ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് എല്ലാവരും. ഇവിടെ ഇവർ നിങ്ങളോട് തെറ്റ് ചെയ്യുമ്പോൾ ഇവരെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ആൾക്കാരുള്ളത്. ഈ ഒരു വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ സ്വയം നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ലൈഫിനെ സ്പോയിലാക്കുന്ന സ്വഭാവം. മറ്റൊരാളുടെ ലൈഫിലെ തീരുമാനം എടുക്കാനുള്ള അധികാരം ഇവർക്ക് ആരും കൊടുത്തിട്ടില്ല, പക്ഷെ എന്നാലും ഇവർ അതെടുക്കുന്നു. ഇവിടെ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്ത് സംഭവിക്കണം, എന്ത് തീരുമാനം എടുക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്ന ആൾ ഈശ്വരനാണ്. പക്ഷേ ഇവർക്ക് ആരധികാരം കൊടുത്തെന്ന് അറിയത്തില്ല. ഇവർ മറ്റുള്ളവരുടെ ലൈഫിൽ ആവശ്യമില്ലാതെ തീരുമാനം എടുക്കുന്നു. ഇവിടെ വിൻ്ററിൻ്റെ ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു വ്യക്തിയുടെ കോളോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നേരിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വരികയോ ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും വ്യക്തിയെ നിങ്ങളുടെ വീട്ടിൽ വിട്ടിട്ട് നിങ്ങളുടെ മൂഡ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിന് ശേഷമായിരിക്കും ഇവർ നിങ്ങളുടെ വീട്ടിൽ വരുന്നത്. ഇനി വീണ്ടും വിൻ്റർ വരത്തില്ല. അപ്പോൾ ഇവരുടെ ആ ഒരു ലൈഫിൽ എല്ലാ കാര്യങ്ങളും വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് പോലും നേരെയാക്കാൻ പറ്റാത്ത രീതിയിൽ മോശമായ അവസ്ഥയിൽ.
അപ്പോൾ ഇവരുടെ ലൈഫ് തന്നെ ഒരു പാഠമായിട്ട് ഇവർക്ക് പഠിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു മിറാക്കിളായിട്ടായിരിക്കും ചിലപ്പോൾ അത് തോന്നുന്നത്. ഇവിടെ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറിയത്. അപ്പോൾ ഈശ്വരന് ഒരിക്കലും തന്നെ അത് പൊറുക്കാൻ സാധിക്കത്തില്ല. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വരികയാണ് എങ്കിൽ ഒറ്റ വാക്കിൽ തന്നെ നിങ്ങൾ പറയും ഈ വ്യക്തിയോട്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന്. നിങ്ങളുടെ ഇൻറ്റൻഷൻ നല്ലതാണ്. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ നല്ല രീതിയിൽ ഒരു കാലത്ത് നല്ല ഒരു ബന്ധം വച്ചത്. കാരണം ഇവിടെ എന്തായാലും ഇങ്ങനെയുള്ളൊരു വ്യക്തി ആദ്യം നിങ്ങളുടെ ആ ഒരു വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷമായിരിക്കും നിങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്യുന്നത്. ഇവിടെ ഈ വ്യക്തി ഇതേപോലെയാണ് നിങ്ങളോട് ചെയ്തത്. ഇവിടെ കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇവർ നിങ്ങളോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധം ഇവരുമായിട്ട് നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഇഗ്നോർ ചെയ്തു. ഇവിടെ ഇവർ മറ്റുള്ളവരുടെ ലൈഫിൽ ആവശ്യമില്ലാതെ കയറി അവരുടെ ലൈഫ് തന്നെ മോശമാക്കുന്ന രീതിയിലാക്കിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ചെയ്യുന്ന തെറ്റുകൾ പോലും ഇവർക്ക് നല്ലതായിട്ടാണ് തോന്നിക്കൊണ്ടിരുന്നത്. ഇവർ മറ്റുള്ളവരെ ഹെൽപ്ലെസ് ആക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിങ്ങളാണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് പിന്നെ ഇവരുടെ ബിഹേവ് നിങ്ങളോട്. കാരണം നിങ്ങളെ ഹെൽപ്ലെസ് ആക്കുക, എന്നിട്ട് നിങ്ങളോട് പറയുക നിങ്ങളാണ് ഇതെല്ലാം ചെയ്തത്, നിങ്ങളുടെ തെറ്റ് ഫലമായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇവരുടെ ഹെൽപ്പ് നിങ്ങൾ ആവശ്യപ്പെടുക, എന്നെ ഒന്ന് സഹായിക്കുമോ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി. അങ്ങനെ ഒരു വ്യക്തിയെ ഹെൽപ്ലെസ് ആക്കിയിട്ട് ആ വ്യക്തിയെ കൊണ്ട് തന്നെ ഇവരോട് ഹെൽപ്പ് ചോദിക്കുന്ന ആ ഒരു സ്വഭാവം അതായിരുന്നു ഇവരുടേത്. അപ്പോൾ ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നതും ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ആ ഒരു വേദനയിൽ ആശ്വാസമായിക്കൊണ്ടിരുന്നതും. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ഹെൽപ്ലെസ് ആക്കുക, ഇതാണ് ഇവരുടെ ഇൻറ്റൻഷൻ. ഇവിടെ ഇപ്പോഴും ഇവർ ചിന്തിക്കുന്നുണ്ട്, എത്ര തന്നെ സിറ്റുവേഷൻ ഇവരെ കെട്ടിവെക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളെ എങ്ങനെ ഹെൽപ്ലെസ് ആക്കാമെന്ന് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഇവർ. അതായത് എത്ര പാഠം പഠിച്ചാലും ഒരു വ്യക്തിയുടെ സ്വഭാവം മാറില്ല എന്ന് പറയത്തില്ല, അതേപോലെയാണ് ഇവരുടെ സ്വഭാവവും. ഇവർ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടിയല്ല ഇവർ മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഉള്ളിൽ ഭയങ്കര ദേഷ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ. ഒരു വ്യക്തി പശ്ചാത്തപിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തായിരിക്കും? പശ്ചാത്താപമായിരിക്കും. പക്ഷെ ഇവർക്ക് നേരെ മറിച്ച് ദേഷ്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരെ ശപിച്ചു എന്നാണ്. നിങ്ങളോട് ഇവർ കാണിച്ചതെല്ലാം ആലോചിച്ച് നിങ്ങൾ ഇവരെ ശപിച്ചു എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഈ വ്യക്തിക്ക് സ്വയം എന്ത് തെറ്റാണ് ഇവർ ചെയ്തത് എന്നുള്ള ആ ഒരു ബോധം ഇല്ല. ഇവർ ചെയ്ത ആ ഒരു തെറ്റ് പോലും മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഡബിൾ പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഉള്ളിൽ അത്രമാത്രം ദേഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ ഇരിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവരുടെ ഈഗോ ഹേർട്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ വന്ന് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവർക്ക് മാപ്പ് കൊടുക്കണമേ, നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കണമേ എന്നൊക്കെ. ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇവർക്കൊരു അവസരം ഇനി കൊടുക്കാൻ പാടില്ല. മുന്നേ നിങ്ങളൊരു അവസരം കൊടുത്ത ആളാണ്, പക്ഷേ ഇനി നിങ്ങൾ ഒരു അവസരം ഇവർക്ക് കൊടുക്കാൻ പാടില്ല. ഇവർക്ക് ഒരു മാപ്പ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴൊക്കെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ട്, അപ്പോഴെല്ലാം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മോശം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇവരുടെ എന്തെങ്കിലും കാര്യം നല്ലതായിട്ട് വരാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ തിരിച്ച് നിങ്ങളുടെ കാര്യം മോശമാകാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥന ചെയ്യുന്നത് എങ്കിൽ ഇവർ നിങ്ങളുടെ അസുരക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥന ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അത്രത്തോളം ഇവർ നിങ്ങളെ ഹെൽപ്ലെസ് ആക്കിയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു സഹായം നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുമുണ്ട്, തിരിച്ച് നിങ്ങളോട് വളരെ മോശം രീതിയിൽ പെരുമാറിയിട്ടുമുണ്ട്. ഇവിടെ ഇവരുടെ സ്വന്തമായിട്ടുള്ള ആരോ ഒരു വ്യക്തി തന്നെയാണ് ഇവരെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ സ്വന്തം ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇവരുടെ വിരുദ്ധമായിട്ട് നിന്ന് ഇവരെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇവരുടെ മെൻ്റൽ സ്ട്രെസ്സ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രത്തോളം സ്ട്രെസ് ഉണ്ടായിട്ട് പോലും ഇവരുടെ കോൺസെൻട്രേഷൻ എപ്പോഴും നിങ്ങളിലാണ്.
ഇവിടെ ഇവർക്ക് അറിയാം എന്തോ ഒരു സുപ്രീം പവർ ഉണ്ട്, അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നേരെ എപ്പോഴും ന്യായം സംഭവിക്കുന്നത് എന്ന്. ഇവിടെ ഇവരുടെ ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ സ്വന്തം ആള് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇവരെ യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രാത്രി ഇവർക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. നിങ്ങൾ എത്ര തന്നെ ഇവർക്ക് മാപ്പ് കൊടുത്താലും ഇവരുടെ ലൈഫിൽ എന്തോ ഒന്ന് വലിയൊരു നഷ്ടം ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് വലിയൊരു ടവർ മൂവ്മെൻറ്റ് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ വിചാരിക്കുന്നത് നിങ്ങളോട് മാപ്പ് ചോദിച്ചാൽ ഇവരുടെ ലൈഫിൽ എല്ലാ കാര്യവും നേരെയാകുമെന്ന്. പക്ഷേ ഇവർ വീണ്ടും ഇവരുടെ ആ ഒരു സ്വാർത്ഥതയ്ക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ ഇവർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു ടവർ മൂവ്മെൻറ്റ് ഇവർക്ക് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ ക്യാഷിൻ്റെ ലോസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇവർക്ക്. ഇവിടെ ഇവരുടെ സ്വന്തം ആൾ തന്നെയാണ് ഇവർക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു വ്യക്തി ഭയങ്കര അഹങ്കാരിയും വാശിയും ഉള്ള ഒരു ആളാണ്. എല്ലാവരും ഇവർ പറയും പോലെ കേൾക്കണം, അതാണ് ഇവരുടെ വാശി. ഇവർ തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും അംഗീകരിക്കണം. ഇവരുടെ ജോലി ചിലപ്പോൾ ഇങ്ങനെയുള്ള ജോലിയായിരിക്കും, ട്രാവൽ ചെയ്യേണ്ട ജോലിയാണ്. ഇല്ലെങ്കിൽ എപ്പോഴും ഒരു ഓട്ടം, അതായത് അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെയൊക്കെ ഒരു ഓട്ടം, അങ്ങനെ ട്രാവലിംഗ് എന്തായാലും ഇവരുടെ ജോലിയിലുണ്ട്. ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന വ്യക്തിയാണ് ഇത്. അതായത് ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ട് 2 കാര്യം ഒരുമിച്ച് ചെയ്യുന്ന വ്യക്തിയാണിത്. ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്, എന്നാലും വാശി അത് ഒരിക്കലും കുറയ്ക്കത്തില്ല ഇവർ. അപ്പോൾ നിങ്ങൾ ഈശ്വരന് മാത്രം വിശ്വസിക്കുക. ഈ ഒരു വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വരികയാണ് എങ്കിൽ അപ്പോൾ ഇത് ചിന്തിക്കുക, ഇവരുടെ പവർ നിങ്ങളോട് ഇവർ കാണിച്ചു, അപ്പോൾ ഈശ്വരൻ്റെ പവർ എന്താണെന്ന് ഈശ്വരൻ ഇവരോട് കാണിക്കുന്നു, അത്ര തന്നെ. ഇവിടെ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിച്ചാലും ഇവരുടെ ലൈഫിലെ പല കാര്യങ്ങളും നേരെ ആവത്തില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ മാപ്പ് കൊടുത്താലും ഈ ഒരു പ്രകൃതി ഇവർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കത്തില്ല. ഈ വ്യക്തിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ്. ദേഷ്യത്തിൽ ഇവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. പിന്നെ ക്യാഷ്, അമിതമായിട്ട് ക്യാഷ് വേണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ട്. ഇവിടെ ഒരു കസേരയുമായിട്ട് എന്തോ ഒരു അടുപ്പം ഇവർക്കുണ്ട്. ചിലപ്പോൾ ഒരു വീട്ടിൽ ഇവർ ആ ഒരു കസേരയിൽ ഭയങ്കരമായിട്ട് എപ്പോഴും കുറേ നേരം ഇരിക്കുന്ന ആളായിരിക്കാം. ഈ ഒരു വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഇവർ എത്ര തന്നെ നല്ലതായിട്ട് സംസാരിച്ചാലും നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി എങ്ങനത്തെ ആളാണ് എന്ന്. ഇവർ നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിക്കുന്ന ആളാണ്. അതായത് ഒരു വ്യക്തിക്ക് ആദ്യം ഈ ഒരു വ്യക്തി എന്താണെന്ന് മനസ്സിലാവത്തില്ല, പിന്നെ മുന്നോട്ട് പോയിട്ടായിരിക്കും ഈ ഒരു വ്യക്തി എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത്. ആ രീതിയിലുള്ള മൈൻഡ് ഗെയിമാണ് ഇവർ എല്ലാവരോടും ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി ആരോടൊക്കെ കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടോ അവരോടൊക്കെ ഒരു സമയം കഴിയുമ്പോൾ കോണ്ടാക്റ്റ് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് ഇവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും. അപ്പോൾ അവർ ഇവരിൽ നിന്ന് മാറിപ്പോകും. കാരണം ഇവരെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഇവർ അവരുടെ ലൈഫിൽ കയറി ഇൻ്റർഫെയർ ചെയ്ത് ആവശ്യമില്ലാത്ത തീരുമാനങ്ങളെടുത്ത് അവരുടെ ലൈഫിനെ തന്നെ സ്പോയിലാക്കുന്നു. ഈ ഒരു സ്വഭാവം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവർ ഇവരുമായിട്ടുള്ള ബന്ധം നേരിട്ട് അവസാനിപ്പിക്കുന്നു. ഇവിടെ ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരിക്കും, ഞാൻ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരും എന്നോട് ഡിസ്റ്റൻസ് വയ്ക്കുന്നു എന്ന്. കാരണം ഇവരുടെ ഒരു സ്വഭാവം കാരണം ഈ ഒരു വ്യക്തി ചില സമയങ്ങളിൽ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ ഒരു വ്യക്തിയായിട്ട് കാണത്തില്ല, നല്ല രീതിയിൽ പക്ഷാപാതം ഇവർ കാണിക്കുന്നു. ആവശ്യമില്ലാതെ മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ കൺട്രോൾ ചെലുത്താൻ പോകുന്നു. ഇവിടെ ഈ ഒരു വ്യക്തി എല്ലാവരുടെയും ലൈഫിൽ എക്സ്പീരിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഒരു സയൻസിൻ്റെ ടീച്ചർ എന്ന പോലെ. അതായത് മറ്റുള്ള ലൈഫിൽ എക്സ്പീരിമെൻ്റ് ചെയ്ത് നോക്കുന്ന സ്വഭാവം, അതാണ് ഇവരുടെ സ്വഭാവം. അപ്പോൾ ഇവരുടെ ശ്രദ്ധ എപ്പോഴും മറ്റുള്ളവരുടെ ലൈഫിലാണ്. ഒരു വ്യക്തി ഇവരെ എപ്പോഴും ധാർമ്മികരാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ചിലപ്പോൾ ഇവരുടെ കഴുത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാലയോ രുദ്രാക്ഷമോ ഉണ്ടായിരിക്കാം. ഇവർ ഭയങ്കര ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് ഇവർ തെറ്റായിട്ടുള്ള കർമ്മ ചെയ്യത്തില്ല എന്നായിരിക്കും എല്ലാവരോടും പറയുന്നത്. പക്ഷേ ഇവർ തെറ്റായ കർമ്മയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇവർ ഏതോ ധാർമ്മിക സ്ഥലത്തിൽ യാത്ര ചെയ്തിട്ട് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 5 തൊട്ട് 6 ദിവസത്തിൻ്റെ ഒരു ട്രാവൽ ഇവർ ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി ഇങ്ങനത്തെ വ്യക്തിയാണ്, മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കും, പക്ഷെ അവരുടെ അഭിപ്രായത്തിന് ഒരു വാല്യൂവും കൊടുക്കത്തില്ല, മറ്റുള്ളവരെ സംസാരിക്കാനും സമ്മതിക്കത്തില്ല. എല്ലാ കാര്യത്തിലും ഇവരുടേതായ പോയിന്റ്, അതാണ് ശരി എന്ന് എപ്പോഴും പറയും. അതായത് ഇവർ എന്താണോ പറയുന്നത് അതാണ് ശരി, അതെല്ലാവരും അംഗീകരിക്കണം. അങ്ങനെ കണ്ണാടി വയ്ക്കാനുള്ള എന്തോ ഒരു ഷോക്കുണ്ട് ഇവർക്ക്.
ചിലപ്പോൾ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം കണ്ണാടി വയ്ക്കുന്നത്. പഴയ സ്റ്റൈലിലുള്ള വസ്ത്രങ്ങളായിരിക്കും എപ്പോഴും ഇവർ ധരിക്കുന്നത്. അതായത് ഒരു ഡ്രസ്സിങ് സെൻസ് ഇല്ലാതെ ഉള്ള ഒരു വസ്ത്രധാരണ രീതിയില്ലേ, അങ്ങനെ. ഒത്തിരി വസ്ത്രങ്ങളുണ്ട്. വസ്ത്രങ്ങൾ ധരിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. ഇവരുടെ ഇഷ്ടത്തിനാണ് ഇവർ വസ്ത്രം ധരിക്കുന്നത്. അതായത് ഒരു എന്താ പറയുക, നല്ല ഒരു രീതിയിലുള്ള വസ്ത്രധാരണമല്ല. അപ്പോൾ ഇവരുടെ ബിഹേവിയറും ഇവരുടെ ആ വസ്ത്രധാരണ രീതിയും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ വ്യക്തി എങ്ങനത്തെ വ്യക്തിയാണ് എന്ന്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വരികയാണെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാണ് വരുന്നത് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുക. ഇവർക്ക് മാപ്പ് കൊടുക്കാതിരിക്കുക. ഈശ്വരൻ എന്താണോ വിധിച്ചത് അതുപോലെ നടക്കും എന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.